ഇന്ന് കുറച്ച് പൂഴിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. വേറൊന്നിനുമല്ല. നമ്മുടെ റൂമില് പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പൂഴിയൊന്നും ഒരുപാട് എടുക്കരുത്. എന്തോ തേപ്പ് പണിക്ക് എന്ത് ആവശ്യത്തിനൊക്കെ എടുത്ത് വെച്ചാന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അത്രയും അത്യാവശ്യമായത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പൂഴിയൊക്കെ എടുത്തുകൊണ്ട് ബക്കറ്റിൽ വെച്ച് നന്നായിട്ട് തേച്ച് കഴുകി നമുക്കിനി റൂമിൽ എത്തിക്കണം. അതിന് നമുക്ക് ഏട്ടന്റെ സഹായം വേണം. അത്ര വലിയ വെയിറ്റ് എടുത്ത് ഈ സ്റ്റെപ്പ് കയറാനുള്ള ആക്കത്തൊന്നും ഇപ്പൊ നിലവിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്കസ് ടാങ്ക്. നമ്മളെ വീഡിയോ തുടക്കം മുതൽ കാണുന്നവർക്ക് അറിയട്ടെ ഈ ടാങ്കിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ എത്രയോ കുഞ്ഞിലെയാണ് ഡിസ്കസിനെ കൊണ്ടുവന്നത്. ഒരു കോയിൻ സൈസിലൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് ഇവന്മാരെ ഈ ഡ്രിഫ്റ്റ് വുഡ് ഒന്നും ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ വളർത്തിയെടുത്ത് പിന്നെ ഡ്രിഫ്റ്റ് വുഡ് ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതിന്റെ മുകളിൽ ഈ പൂപ്പലൊക്കെ പിടിപ്പിച്ച് പിന്നെ നമ്മൾ പുതിയൊരു പ്ലാന്റ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ടൈഗർ ലോട്ടസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആട്ടോ. അത്യാവശ്യം ഗ്രോത്ത് ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്ത് ഒന്നും ആയില്ല. പക്ഷെ നമ്മൾ ഈ ലൈറ്റിംഗ് കൊടുക്കുന്നതിന്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ അതിന്റെ ഇലയിൽ വന്നിട്ടുണ്ട്. ഇത് പക്ക റെഡ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് അതിന്റെ ലീഫ് മൊത്തത്തിൽ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. ഡിസ്കസിനെ കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പറയാൻ വന്നത് അതൊന്നല്ല. ഇന്ന് നമ്മുടെ റൂമിൽ വെക്കുന്ന പ്ലാന്റ് ടാങ്കിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ വന്നത്. അപ്പൊ ഇതാണ് ടാങ്ക്. ലൈറ്റ് ഒക്കെ നമ്മൾ നേരത്തെ മേടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ലൈറ്റ് ഒക്കെ നമുക്ക് ഓക്കെയാണ്. ഒരു 10 വാട്ടിന്റെ ലൈറ്റ് ആട്ടോ മേടിച്ചത്. നമുക്ക് ധാരാളമാണ് ഈ ടാങ്കിലേക്ക്. ഈ ലൈറ്റ് അൺബോക്സ് ചെയ്യുന്നതും മേടിക്കുന്നൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മണലേട്ടനെ കൊണ്ട് മുകളിൽ എത്തിച്ച ഉടനെ നമ്മൾ പരിപാടി തുടങ്ങിട്ടോ. ഏകദേശം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരു സ്ലോപ്പ് മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ക ഫോറസ്റ്റ് സെറ്റപ്പ് ആണ് വിചാരിക്കുന്നത്. എത്രത്തോളം നന്നാവും അറിയില്ല. ഒരിക്കലും ഞാൻ ഈ ചെയ്യുന്ന രീതികളൊക്കെ ശരിയാന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഞാനൊരു ബിഗിനർ ആണ് ഈ പ്ലാന്റ് ടാങ്ക് സെറ്റപ്പിൽ. നമ്മളവിടെ എന്തോ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചാക്ക് മണലാട്ടോ ഞാൻ എടുത്ത്. കടൽപ്പൂഴിയാണ് ഇത്. ശരിക്കും അക്വസ്കേപ്പിംഗ് ഈ പ്ലാന്റ് ടാങ്കിലൊന്നും ഇതല്ല യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് സോയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ശരിയായ രീതിയല്ല. എത്രത്തോളം ചെലവ് കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്ലാന്റ് ടാങ്ക് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സക്സസ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിന്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ട്ടോ. അതുപോലെ ഇത്തരം മണലുകളിൽ പ്ലാന്റ് വളരുമെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് പ്ലാന്റ് എന്തായാലും വളരും. പക്ഷേ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും ട്ടോ. നന്നായിട്ട് വളർന്ന് പിടിച്ച് വരുന്ന സമയം കുറച്ച് അധികം എടുക്കും. കാരണം വേറൊന്നല്ല ഈ പൂഴി വെള്ളമായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് അമർന്നു പോകും. അപ്പൊ അതിന്റെ വേരൊക്കെ ഓടാൻ കുറച്ച് സമയം എടുക്കും. അതാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നമ്മൾ മണലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫ്ലോർ ഒക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ഇനി കുറച്ച് വെള്ളം നിറയ്ക്കുക. പ്ലാന്റ് നടുന്നതിന്റെ മുന്നേ കുറച്ച് വെള്ളം നിറയ്ക്കണം. വേറെ ഒന്നിനല്ല. പ്ലാന്റ് ഒന്ന് നന്നായി സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന രീതി ശരിയാണോ അറിയില്ല. എന്റെ ഒരു യുക്തിക്ക് അനുസരിച്ച് ഞാൻ പറയുന്നത് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ മുന്നേ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ചെറിയ ചെറിയ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ബൗളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പൊ അതെടുത്തിട്ട് കുറച്ച് മുന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രേ വെള്ളം നിറയ്ക്കുന്നുള്ളൂ കേട്ടോ തൽക്കാലം. ഇനിയിപ്പോ ഈ പ്ലാന്റ് ഒക്കെ എടുത്ത് വന്നിട്ട് പ്ലാന്റ് നട്ടതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം നമ്മൾ ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഫിൽട്രേഷൻ വെച്ചിരിക്കുന്നത് നോക്കണ്ട. വേറെ ഒന്നിനല്ല. ഈ കലക്കൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ച് ഫിൽറ്റർ തൽക്കാലം വെച്ചത്. പിന്നെ നമ്മൾ പോയി പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് തന്നെയാണ് കളക്ട് ചെയ്തത്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാനും നന്ദു പോയി കളക്ട് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണട്ടെ. അങ്ങനെ ഞങ്ങൾ പ്ലാന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് പതിയെ പരിപാടി തുടങ്ങി കേട്ടോ. നമ്മൾ പതിയെ പ്ലാന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കേട്ടോ തന്നെ. ഷോപ്പിലൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ പോയി അന്വേഷിച്ച് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടി ഞെട്ടിയിട്ടാണ് ആദർശിനെ വിളിച്ചത്. അതിന്റെ മുന്നേ തന്നെ ആദർശിനെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ ആ റേറ്റ് കിട്ടി ഞെട്ടിയോണ്ട് നമ്മൾ പിന്നെ ആ പരിപാടി ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആദർശ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെയാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആദർശിന്റെ നമ്പർ ഞാൻ താഴത്ത് വേണേൽ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഓരോ തവണ പ്ലാന്റ് നട്ടതിന് ശേഷം അതിനെക്കുറിച്ച് നല്ലോണം നോക്കിയിട്ടും ആ പ്ലാന്റ് അവിടെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാന്റ് ടാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു പക്ക ആർട്ട് തന്നെയാട്ടോ. നമ്മളൊരു ടാങ്ക് എടുത്ത് അതിൽ കുറെ മണൽ നിറച്ച് അതിന്റെ മുകളിൽ കുറെ ചെടി നട്ടുകൊണ്ടൊന്നും ഇത് പ്ലാന്റ് ടാങ്ക് ആയി മാറില്ല. സത്യം പറഞ്ഞാൽ പക്ക ആർട്ടാണ്. ഇത് ചെയ്യുന്നവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലൊരു ബിഗിനറാണ്. ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ആരെങ്കിലും നല്ല പ്രോ ആയിട്ട് ഇത് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. താഴത്ത് കമന്റ് ചെയ്യുക. പിന്നെ അതുവരെ ആരും തെറി വിളിക്കാതിരിക്കുക. കാരണം മണലൊക്കെ നിറച്ച് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വായിക്കോരി നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ നോക്കുക കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പ്ലാന്റ് ഒക്കെ നട്ട് വെള്ളമൊക്കെ ക്ലിയർ ആയതിനു ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് ആട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇതിന്റെ ഒരു ഡ്രീം ആയിരുന്നു എന്റെ റൂമിൽ ഒരു പ്ലാന്റ് ടാങ്ക് ചെയ്യാന്നുള്ളത് കുറെ കാലത്തെ. അപ്പോൾ എന്റെ പൈസേനെ കൊണ്ട് എന്റെ സേവിങ്സ് കൊണ്ട് ഞാൻ ചെറിയൊരു ടാങ്ക് ഒക്കെ എടുത്ത് ടാങ്ക് ഒക്കെ ഇവിടെ ഓൾറെഡി ഉള്ള കേട്ടോ ബ്രീഡിംഗ് ടാങ്ക്. അപ്പോൾ അതിൽ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നട്ട് സത്യം പറഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാന്റ് ആണ്. ഇതിലേക്ക് ഒരു റയർ ഫിഷിനെ ആഡ് ചെയ്യണമെന്നുണ്ട്. ഫിഷിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആദർശിനെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം റയർ ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടി എടുത്തു തരും. ഒരു പേരെ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഷ്രിംസിനെയാണ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫിഷിനെ ഇടുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.